ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് #Q7 ആണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പുതിയ Q7 അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇലക്ട്രിക് അല്ല. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു അട്രാക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഒരു കംബാക്ക് ആണ്. അതിൻ്റെ പുറമെ പ്രൊജക്ടർ ലൈറ്റ്, 4 വീൽ സ്റ്റിയറിംഗ്, 3 സീറ്റ് ഓപ്ഷൻസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള പുതിയ ഡിസൈനോട് വന്നിരിക്കുന്ന Q7 ആണ് ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. ഞാൻ കുറേ നാളായിട്ട് ഓടിക്കുന്നതാണ് ഓഡിയുടെ Q8. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് നമ്മൾ ലോങ് ടേം കാറാണ്. ഈ വണ്ടി സത്യം പറയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ഓഫ് ഓൾ ലക്ഷറിയും റിഫൈൻമെൻറ്റും കംഫർട്ടും അടിപൊളിയാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ആവട്ടെ, അതുപോലെ തന്നെ ഒരു സോളിഡ് ഫീല് ഇതെല്ലാം ശരിക്കും കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു അടിപൊളി വണ്ടി തന്നെയാണ് Q8. ഈ ഒരു Q8 ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തിട്ടോ ഈ പുതിയ Q7 അവതരിപ്പിക്കാമെന്ന് പറയാൻ കാരണം ഇതെനിക്കൊരു കോൺഫിഡൻസ് തരുന്നതുകൊണ്ടാണ്. കാരണം ഇന്നിപ്പം ഒരു അണ്ടർഡോഗായി നിൽക്കുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ആക്ച്വലി ഔഡി. പക്ഷേ ഔഡിൻ്റെ ഒരു സുവർണ്ണ കാലം ഉണ്ടായിരുന്നു. ആ സുവർണ്ണ കാലത്തിൽ തിളക്കം കൊണ്ടുവന്നിരുന്ന ഒരു മോഡലാണ് Q7. പിൻഗാമിയിലായിട്ട് വന്നിട്ടുള്ള ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് Q8 ആണ്. പക്ഷെ Q7 എന്ന് പറഞ്ഞാൽ അതിലൊരു സെലിബ്രിറ്റി ചായവ് ഉണ്ടായിരുന്നു. അത് സെലിബ്രിറ്റി മോഡലായിരുന്നു, സെലിബ്രിറ്റികളുടെ ഒരു വണ്ടിയായിരുന്നു. 2005 ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിലാണ് Q8 അവതരിപ്പിച്ചത്. അന്ന് ഏറ്റവും സെൻസേഷൻ ആയിട്ടുള്ള 1-2 വണ്ടികൾ ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് Q7 ആയിരുന്നു. കാരണം ഔഡിയുടെ ഫസ്റ്റ് SUV. അതിൻ്റെ ശേഷം Q എന്നുള്ള കോത്രോ എന്നുള്ളതെന്ന് വന്നാണ് Q. നമുക്കറിയാം കോത്രോ എന്ന് പറഞ്ഞാൽ ഔഡിനെ തന്നെ എന്താണോ ഇന്നത്തെ ഓഡി ആക്കിയതെല്ലാം കോത്രോ ആണ്. അവരുടെ ആ ഫോർമുലർ സിസ്റ്റം വേൾഡ് കാർ ലാൻഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഓഡി ആയിട്ട് മാറിയത്. അത് വേറെ തരത്തിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ SUV മോഡലുകൾ. അതിന് Q എന്നുള്ള നോമിക്ലേച്ചറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നിപ്പം Q2, Q3, Q4, Q5, Q7, Q8 ഇത്രയും Q മോഡലുകളുണ്ട്. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുള്ളത് Q7 തന്നെയാണ്. ഇതിൻ്റെ മേലെ ഒരു Q9 വരാനിരിക്കുന്നുണ്ട്. അതായിരിക്കും ഇനി ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ട് ഉണ്ടാവുക. പിന്നെ അന്ന് ഈ 2005 Q7 പുറത്തിറക്കിയപ്പോൾ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജർമ്മൻ SUV ആയിരുന്നു. അന്നുണ്ടായിരുന്ന ML ആയിരുന്നു, അതുപോലെ തന്നെ X5 ഉണ്ടായിരുന്നു, പിന്നീട് GLE എന്ന് പറഞ്ഞ ML എല്ലാം തന്നെ വേറൊരു ടൈപ്പ് ഡിസൈനിൽ വന്നിരുന്നെങ്കിൽ Q7 ആയിട്ട് ഒരു ഐഡൻറ്റിറ്റിയും ഒരു ബോൾഡ്നെസ് കം സോഫ്റ്റ്നെസ്സും കൂടിയിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. ഇന്ത്യയിൽ അത് അവതരിപ്പിച്ചപ്പോൾ ശരിക്കും ഒരു സെലിബ്രിറ്റി വണ്ടിയായിട്ട് മാറി. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ബയസിൽ ഒരാളായിരുന്നു നമ്മുടെ സ്വന്തം 369 കാരേജ്. നമുക്കായിരുന്നു ഫസ്റ്റ് Q7 എടുത്തിരുന്ന മലയാളത്തിൽ. അതിൻ്റെ ശേഷം പൃഥ്വിരാജും മറ്റുള്ള പല സ്റ്റാർസും എടുത്തിട്ടുണ്ട്. ബോളിവുഡിലാണെങ്കിൽ വണ്ടി പ്രാന്തനായിട്ടുള്ള ജോൺ അബ്രഹാം ആയിരുന്നു ഫസ്റ്റ് എടുത്തിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു ഞാൻ ഫസ്റ്റ് ഉണ്ട്, നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ വണ്ടി. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് Q7 ഒരു തരംഗമായിരുന്നു. പിന്നെ നമ്മുടെ സർക്കിളിലാണെങ്കിലും തന്നെ Q7 ഒരുപാടുണ്ടായിരുന്നു. അജുവിൻ്റെ KRS ഗ്രൂപ്പിൻ്റെ വണ്ടികളിൽ 2 വണ്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഹുമയുടെ അടുത്തുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവന് 1 lakh പ്ലസ് ഓടിയിട്ട് കൊടുത്ത്. Q7 ശരിക്കും അഡ്മയർ ചെയ്തിരുന്നൊരു വണ്ടിയാണ് ഞാൻ. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. കാരണം ഞാൻ Q7 ഒരുപാട് വേരിയൻസ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ ഡീസലും പെട്രോളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലേറ്റവും അട്രാക്റ്റീവ് ആയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അന്ന് ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു V12 ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് റേസിങ്ങിലായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന ലിമോണിൽ. ആ എഞ്ചിൻ ഡീറ്റ്യൂൺ ചെയ്തിട്ട് Q7 കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സീരീസ് പ്രൊഡക്ഷനിൽ വന്നിരുന്ന V12 എഞ്ചിനുള്ള SUVകളിൽ ഒന്ന് തന്നെയായിരുന്നു Q7. ശരിക്കും പറഞ്ഞാൽ ഒരുപാടൊന്നും SUVകൾ V12 ആയിട്ട് വന്നിട്ടില്ല, ഇന്നുമില്ല. ഇന്നിപ്പം നമുക്കറിയാം ടോപ്പ് ആൻഡ് കളിനൻ ഉണ്ടാവും. പിന്നെ നേരത്തെ W12 ബെൻറ്റേഗ ഉണ്ടായിരുന്നു. G65 V12 വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ V12 എടുത്ത് പറയത്തക്ക വണ്ടികളിലൊന്നും വന്നിട്ടില്ല. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടല്ലേ വന്നിട്ടുള്ളൂ. എന്നാൽ ഔഡി Q7 ഒരു V12 TDI ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ശേഷം താഴേക്ക് വരികയാണെങ്കിൽ V8 ഉണ്ട്, അതിനെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. V6 ഓടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള മോഡൽസ് എല്ലാം തന്നെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഒരു പെർഫോമൻസും കംഫർട്ടും എല്ലാം എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഞാനത് ഓഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പം Q7 വന്നിരിക്കുന്ന 3rd ജനറേഷനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2nd ജനറേഷൻ വന്നു. പക്ഷേ ആ 2nd ജനറേഷൻ കുറച്ച് അധികം കാലം തന്നെ ഉണ്ടായിരുന്നു. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആക്ച്വലി പുതിയ Q7 വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നടുവിൽ വന്ന Q7 2 ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയം എടുത്തു. അപ്പം ആ ജനറേഷൻ്റെ ലെങ്ത്ത് കൂടി. അതിന്ന് പല മോഡലുകളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ കാറ്റഗറിയിൽ വന്ന GLEയുടെ 2nd ഫേസ് ലിഫ്റ്റ് ഇൻ്റർനാഷണലി വന്ന് ഇന്ത്യയിലും വരും. അത് GLS 2nd ഫേസ് ലിഫ്റ്റ് വന്നു. നമുക്ക് മറ്റുള്ള വണ്ടികളിലും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പം പല കമ്പനികളും ഓഡി അടക്കമുള്ള പല കമ്പനികളും
ആദ്യം തീരുമാനിച്ചത് 2030 ആകുമ്പോഴേക്കും ഫുള്ളി ഇലക്ട്രിക്കിലേക്ക് ആവാമെന്നാണ്. അത് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ കാറ്റിൽ പറത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഭാഗ്യം കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പെട്രോളും ഡീസലും എല്ലാം തന്നെ നിലനിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഡീസൽ പുതിയ ക്യൂസാനിലൂടെ തിരിച്ചു കൊണ്ടുവരാണ് ഓഡി ചെയ്യുന്നത്. ദാറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ്. കാരണം ഓഡിയുടെ ഡീസൽസ് ശരിക്കും നല്ലൊരു ഡീസൽ എഞ്ചിനായിരുന്നു. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വരികയാണ്. ഇന്ത്യയിലും വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്കോഡ ഇവരുടെ സെയിം ഗ്രൂപ്പ് ഡീസൽ അവതരിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ മിനിസ്ട്രിയിലുള്ള ചില പ്രഷർ കാരണം ഡീസലിനെ കൊണ്ട് കൊല്ലണം എന്ന തരത്തിലാണ് പല സ്പീച്ചിലുള്ളത്. ഞാൻ ഈ അടുത്ത് മാരുതിയുടെ ഫ്ലെക്സ് ഫ്യൂവലിൻ്റെ ലോഞ്ചിന് പോയപ്പം ഡീസൽ എന്തോ ശരിക്കും പറഞ്ഞാൽ വിഷം കലക്കി കുടിക്കുന്ന പോലത്തെ രീതിയിലാണ് പറയുന്നത്. ശരിക്കും അങ്ങനത്തെ മോശം പ്യുവറൊന്നുമല്ല ഡീസൽ. ഡീസലിൻ്റെ ലേറ്റസ്റ്റ് എഞ്ചിൻസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ചില പെട്രോൾ എഞ്ചിനേക്കാളും നമുക്ക് പ്യുവറായിട്ട് കാണാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡൊന്നും സ്പെസിഫിക്കലി പറയുന്നില്ല. ഇത്രയും തരത്തിലുള്ള ഓഡിയിലും അവതരിപ്പിച്ചുള്ള ഡീസൽ എഞ്ചിൻ നമ്മൾ ഇന്ത്യയിലുള്ള പല സാധാരണ പെട്രോൾ എഞ്ചിനായിട്ടുള്ള സാധാ കാർ ബ്രാൻഡിനേക്കാളും നല്ല പ്യുവർ എഞ്ചിൻസാണ്. പക്ഷേ അതിലെല്ലാം തന്നെ ഹിഡൻ അജണ്ടാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വരികയാണെങ്കിൽ നല്ല കാര്യം. എനിവേ നമുക്ക് പുതിയ ക്യൂസൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുതിയ ക്യൂസനിലൂടെ പുതിയ ഡിസൈൻ ഫിലോസഫിയാണ് അൺവീൽ ചെയ്തിട്ടുള്ളത്. അത് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പുതിയ ഓഡിയുടെ ഡിസൈൻ ലാംഗ്വേജിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പുതിയ ക്യൂസനാണ്. വളരെ അട്രാക്റ്റീവ് ആണ്. കാരണം ഓഡി ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ഡിസൈൻ ലാംഗ്വേജ് നമ്മൾ പല മോഡലുകളും റീസെൻ്റ്ലി കണ്ടു. സ്പ്ലിറ്റ് ലൈറ്റും ഗ്രിൽ ട്രീറ്റ്മെൻറ്റും റിയറിൽ വന്നിരിക്കുന്ന ടെയിൽ ലൈറ്റും എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ ആ ഡിഫറൻസ് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം ക്യൂസനിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ലൈറ്റ് ആണെങ്കിലും അത് LED മാട്രിക്സ് ലൈറ്റാണ്. ശരിക്കും അതിൽ വന്നിരിക്കുന്ന പ്രൊജക്ടർ പോലെയാണ്. നമ്മൾ സാധാരണ പ്രൊജക്ടറിൽ ലൈറ്റ് ഷെയർ ചെയ്തിട്ട് പല ഇൻഫർമേഷൻസ് കാണുന്നത്. അതേപോലെയാണ് ആക്ച്വലി പുതിയ ഈ ക്യൂസാനിലെ ലൈറ്റ് സിസ്റ്റമിൽ നമുക്ക് പല ഇൻഫർമേഷൻസും അതിൽ വരും. ഇറ്റ്സ് നോട്ട് ന്യൂ. അത് വേറെയും ബ്രാൻഡുകൾ കൊണ്ടുവന്നിട്ടുള്ള സംഗതി. പക്ഷേ ഇത് നമുക്ക് ക്യൂസാൻ്റെ കാറ്റഗറിയിൽ നമുക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു ആരോ പോലെ റോഡിൽ കാണിക്കും. ഇതെല്ലാം പെഡസ്ട്രിയനും മറ്റുള്ള റോഡ് യൂസേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ ഒരു ഗിമിക്കായിട്ട് ഉള്ളിൽ നിന്നും ഫീൽ ചെയ്യുക. അതിൻ്റെ യൂസ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് എ യൂസ്ഫുൾ ഫീച്ചർ. നല്ല ഒരു പ്രിസിഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടെയിൽ ലൈറ്റ് OLED ടെയിൽ ലൈറ്റാണ്. അതിലും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. OLED ആണ്ടുള്ള ഒരു ഡെപ്ത് കൂടുതലാണ്. അപ്പോൾ വണ്ടിയിൽ അടുത്തെത്തുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് ചെയ്ത് ഷൈൻ ചെയ്യും. അതുപോലെ തന്നെ പെഡസ്ട്രിയൻസോ സൈക്കിളോ പോകുമ്പോൾ ഡോർ തുറക്കുമ്പോൾ എല്ലാം ഇതിൻ്റെ മേലെ വാർണിംഗ് കൊടുക്കും. അപ്പോൾ അത് നല്ല ഫീച്ചറാണ്, സേഫ്റ്റി ഫീച്ചറാണ്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഡിസൈനിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വലിയ ഗ്രില്ല് ആസ് യൂഷ്വൽ ഓഡിയുടെ ബുൾഗാൻ ഗ്രില്ലുണ്ട്. അത് ഇല്ലുമിനേറ്റ് ഉണ്ട്, ബട്ട് വെരി സട്ടിൽ വേ. ആ ഒരു ഡിസൈൻ പാറ്റേണിൻ്റെ മേലെ മാത്രം ഇല്ലുമിനേറ്റ് ചെയ്യുന്ന മാതിരിയുള്ളത്. സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റാണ്. പക്ഷെ അത് ശരിക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ അത് വെച്ചിട്ടുണ്ട്. സ്പ്ലിറ്റ് ലൈറ്റിന് വലിയ ഫാനല്ല ഞാൻ. പക്ഷേ LED DRL വന്നിരിക്കുന്ന കുറച്ച് ക്രിസ്റ്റൽ ഫീലെല്ലാം കൊടുത്തു. മറ്റു ലൈറ്റ് വന്നിരിക്കുന്ന ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പുതിയ സയൻസിലുള്ള പോലെ ഡാർക്ക് ചെയ്ത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ലൈറ്റായിട്ട് തോന്നില്ല. പ്രകാശിക്കുമ്പോൾ മാത്രമാണ് ലൈറ്റ് വരുന്നത്. പിന്നെ ഒരുപാട് വീൽ ഓപ്ഷൻസ് ഉണ്ട്. 20 to 23 ഇഞ്ച് വരെയുള്ള വീൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം കണ്ടെടുത്തോളം തന്നെ അട്രാക്റ്റീവാണ്. പിന്നെ മറ്റൊരു ഫീച്ചർ ഉള്ളത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പല വണ്ടിയിലുള്ള പോലെ തന്നെ ഓട്ടോമേറ്റഡ് ഡോഴ്സാണ്. ഡോറ് നമുക്ക് പല തരത്തിലും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്രേക്ക് പെഡലിൽ അമർത്തിയിട്ട് ഡോറ് ക്ലോസ് ചെയ്യാം. 5 ഡോറും ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരം ഉള്ള ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഓപ്പറേറ്റഡ് ഡോറാണ്. അപ്പോൾ നമ്മൾ വലിച്ചടയ്ക്കുമ്പോൾ തന്നെ ഫുൾ പ്രഷർ കൊടുക്കണം, ബാക്കി ഡോർ അടഞ്ഞോളും. അപ്പോൾ ആ ഡോർ ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുറമേ നമുക്ക് വേറൊരു ഫീച്ചറിൽ നമ്മൾ സാധാരണ ബൂട്ട് അടയ്ക്കാൻ ജസ്റ്റ് കൺട്രോൾ ഉപയോഗിക്കാറുണ്ട്. കാല് വീശിയിട്ടോ കാല് നീട്ടിയിട്ടോ കിക്ക് ചെയ്തിട്ടല്ലോ. പക്ഷെ അത് പലപ്പോഴും വർക്ക് ചെയ്യാതെ നിൽക്കാറുള്ളത് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇതിന് വണ്ടീൻ്റെ മേലെ നിന്നും ഒരു പ്രൊജക്ടർ ലൈറ്റ് കാണിക്കുന്നുണ്ട് നമ്മൾ എവിടെ കിക്ക് ചെയ്യണം എന്നുള്ള. ആ സ്ഥലത്ത് പോയിട്ട് കിക്ക് ചെയ്താൽ കറക്റ്റ് ബൂട്ട് അടിക്കും. ഈ ബൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലും ബൂട്ട് നല്ല സ്പേഷ്യസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. പക്ഷേ ബൂട്ടിൻ്റെ സ്പേഷ്യസ്നെസ് അറിയുന്ന ഉള്ളിലുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ് പോലെ ഇരിക്കും. അപ്പോൾ അത് ഇൻറ്റീരിയറിൽ 3 സീറ്റ് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് 5ഉം 6ഉം 7ഉം സീറ്റാണ്. 5 എന്ന് പറഞ്ഞാൽ 3rd റോ സീറ്റ് ഇല്ല. പിന്നെ 6 എന്ന് പറഞ്ഞാൽ 2nd റോ ക്യാപ്റ്റൻ സീറ്റ് വരും. അത് 3rd റോ 2 സീറ്റ് വയ്ക്കും. പിന്നെ 2nd റോ ബെഞ്ചാണ് 7 സീറ്റ് ആവും.
ഞാൻ പലരും റിവ്യൂവിൽ പറയുന്നത് കേട്ടു ഫസ്റ്റ് ടൈമാണ് ഓഡിയിൽ ക്യാപ്റ്റൻ സീറ്റ് വരുന്നത്. അല്ല, ഓഡിയിൽ ശരിക്കും ഫസ്റ്റ് ജനറേഷനിൽ തന്നെ ക്യാപ്റ്റൻ സീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ സെലക്റ്റഡ് മോഡൽസിലായിരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയിരുന്ന ഒരു 4 ലിറ്റർ V8 മോഡൽ ഉണ്ടായിരുന്നു. അതിലന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടി ഉണ്ട്. അതിലെല്ലാം തന്നെ ആക്ച്വലി സ്പ്ലിറ്റ് സീറ്റ് ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കണ്ടെടുത്തോളം തന്നെ ഇൻറ്റീരിയർ വളരെ മോഡേൺ ഓഡി ഇൻറ്റീരിയർ ആണ്. ഒരു വലിയ സ്ക്രീൻ, അതും കർവ് സ്ക്രീനാണ്, അത് വരുന്നുണ്ട്. 2 സ്ക്രീൻ വരുന്നുണ്ട്, ഇൻഫർടൈൻമെൻറ്റും ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലും. പാസഞ്ചറിന് ഒരു സ്ക്രീൻ വരുന്നത് അവർ പറയുന്നത് സ്റ്റാൻഡേർഡ് തന്നെ ആണെന്നുള്ളതാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ലേറ്റസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ പറയാൻ പറ്റില്ല. പക്ഷേ കാഴ്ചയിൽ നല്ല രസമുണ്ട്, ക്ലാരിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് പുതിയതാണ്. പുതിയ പറഞ്ഞാൽ ഇപ്പോൾ ഓഡിയിൽ പുതിയതായിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീൽ ലുക്ക് ഗുഡ്. അതുപോലെ തന്നെ ഇപ്പം സ്റ്റിയറിംഗ് കോളത്തിലാണ് ഗിയർ സെലക്ഷൻ നോബ് വരുന്നത്. അതായത് ഒരു 2 സൈഡിൽ നോബ് ഉണ്ട്. ഒരു സൈഡിൽ ലൈറ്റും മറ്റൊരു കൺട്രോൾ ആണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള നോബ് ആക്ച്വലി ഗിയർ സെലക്ഷനാണ്. അത് മെർസിഡീസിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ തരത്തിലല്ല, വേറെ തരത്തിലാണ്. അതിപ്പം പുതിയ ഓഡി മോഡൽസിലെല്ലാം വന്നിട്ട് സ്റ്റാക്ക് അങ്ങനെ തന്നെ നിൽക്കും. അതിൻ്റെ ഒരു സൈഡായിരിക്കും ഇടകുന്നുണ്ടാവുക. പക്ഷെ അതും തന്നെ ഈസിലി യൂസബിൾ ആണ്. പിന്നെ ഓഡി ഒരു പുതിയ ഡിസൈൻ പാറ്റേൺ ഉള്ളിലേക്ക് കൊണ്ടുവന്ന പോലെ ഉണ്ട്. ഇൻറ്റീരിയറിൽ കുറേ വുഡ് ട്രീറ്റ്മെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. അത് കുറേ കൂടെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഈ ബ്ലാക്കും പിയാനോ ബ്ലാക്കും മറ്റതും മറിച്ചതൊന്നും ഒഴിവാക്കിയിട്ട് ഫുള്ളി വുഡും അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇൻഡക്ഷൻ ചാർജിങ്ങും കപ്പ് ഹോൾഡറും എല്ലാം വരുന്നുണ്ട്. സ്വിച്ചസ് കുറച്ചുണ്ട്, ബാക്കി എല്ലാം സ്ക്രീനിൽ കൺട്രോൾ ചെയ്യുന്നവർ. ആ സ്വിച്ചസിൻ്റെ ലേ ഔട്ടെല്ലാം മാറി. ഇപ്പോൾ ഇതിലെല്ലാം ഇവിടെ വരുന്നത് ആ സ്വിച്ചസിലും ഇവിടെ വരും, ഡ്രൈവ് സെലക്ഷൻസ് എല്ലാം. പിന്നെ കപ്പ് ഹോൾഡർ അടക്കമുള്ള പല സ്റ്റോറേജ് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്കിപ്പം വണ്ടി എക്സ്പീരിയൻസ് ചെയ്താൽ പറയാൻ പറ്റില്ല. സീറ്റ് കാഴ്ചയിൽ നല്ല അട്രാക്റ്റീവാണ്, നല്ല ഡിസൈനാണ്, കംഫർട്ടബിൾ ആണെന്നുള്ള പല റിവ്യൂവിലും കേട്ടില്ല. സെക്കൻഡ് റോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബെഞ്ച് സീറ്റും ഉണ്ട്, ക്യാപ്റ്റൻ സീറ്റും ഉണ്ട്. ബെഞ്ച് സീറ്റിൽ വരുന്ന സ്പേസ് നല്ല കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞാൽ. അത് തേർഡ് റോയിൽ ശരിക്കും പറഞ്ഞാൽ 2 കുട്ടികൾക്ക് ആണ് ഉത്തമമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ വലിയ ആളുകൾക്ക് ട്രാവൽ ചെയ്യാവുന്ന തരത്തിലാണ്. ഇതിൻ്റെ പുറമെ ഇൻറ്റീരിയറിൽ റൂഫിൽ ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പല വണ്ടികളും നമ്മൾ സൺറൂഫിൽ കണ്ട പോലെ തന്നെ നമുക്ക് പല പാറ്റേൺസ് എല്ലാം സെറ്റ് ചെയ്യാം. നത്തിങ് ന്യൂ, ബട്ട് ഇറ്റ്സ് ഓൾ ലോഡഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഇടുമ്പോൾ തന്നെ ഉള്ളിലും നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. ലൈക്ക് നമ്മൾ ടെമ്പറേച്ചർ മാറ്റുമ്പോൾ നമുക്ക് ഉള്ളിൽ റെഡ് വരും, ഹോട്ടാക്കുമ്പോൾ ബ്ലൂ വരും, കോൾഡ് ആക്കുമ്പോൾ. അതേപോലുള്ള ഇൻഡിക്കേഷൻസ് ഓഡിൻ്റെ ഒരു രീതിയിൽ ഒരു ലൈറ്റ് ബാർ ആയിട്ട് കൊടുത്തിട്ട് വേറെ ഡിഫറെൻ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്നുള്ളത് ഓഡി Q7 ആദ്യമായിട്ട് 4 വീൽ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതും ഈ ഒരു വണ്ടിയുടെ വലിയൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു കോമ്പാറ്റബിലിറ്റി ഉണ്ടാവും. ശരിക്കും ഒതുക്കം കിട്ടും ഓടിക്കുമ്പോൾ. പലരും തെറ്റിദ്ധരിക്കാറുള്ള പോലെ ആക്ച്വലി Q7 ഫോളോ ചെയ്യുന്നത് GLSൻ്റെ X7 സെഗ്മെൻറ്റിലല്ല, GLE അതുപോലെ തന്നെ X5 സെഗ്മെൻറ്റിലാണ്. എന്താ വെച്ചാൽ പണ്ട് പല മീഡിയകളും കമ്പാരിസൺ ഇന്ത്യയിൽ എന്തോ 5 ഫാക്ടർ വെച്ചിട്ട് GLL ആയിട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ആവശ്യം പലരുടെ വിചാരം ഈ ഒരു സെഗ്മെൻറ്റാണ്. കാരണം ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഓഡിക്ക് ശരിക്കും ഈ ടോപ്പ് എൻഡ് സെഗ്മെൻറ്റിൽ ഓഡിക്ക് വണ്ടി ഇല്ല. അതാണ് Q9 ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ Q9 വന്നാലാണ് അവിടെ ഫുൾ സൈസ് SUV ഉണ്ടാവുക. സ്റ്റിൽ ഓഡി ആ ഒരു ഡിസൈൻ പാറ്റേൺ വെച്ച് 3 റോ കൊണ്ടുവരാൻ ആദ്യം തന്നെ ശ്രമിച്ചൊരു മോഡലാണ്. പിന്നെ എൻജിനിൽ 3 എൻജിൻ ഓപ്ഷൻസാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഡീസലാണല്ലോ. ഡീസലിൻ്റെ സ്പെക്ക് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 6 സിലിണ്ടർ ഡീസലാണ് 2 ഔട്ട്പുട്ടിൽ വരുന്നത്. 300 HP-യും 245 HP ഉള്ളത്. മറ്റൊരു വരുന്നത് പെട്രോൾ ഓപ്ഷൻസാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. മൂന്നാമത്തതും ഇന്ത്യയിലും വരാൻ മറ്റൊരു ചാൻസ് ഉള്ളൊരു എൻജിൻ ഓപ്ഷനാണ് പ്ലഗ്-ഇൻ ഹൈബ്രിഡ്. അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ഇപ്പോൾ വരാൻ പോകുന്നത് ആക്ച്വലി നെക്സ്റ്റ് വീക്ക് ഇറങ്ങുന്ന S-ക്ലാസ്സിലായിരിക്കും. അതിൻ്റെ ശേഷം നമുക്ക് പ്ലഗ്-ഇൻ ഹൈബ്രിഡിൻ്റെ ഒരു ഏരിയ ഓഫ് കാർസ് വരുന്നതായിട്ട് കാണാം. ഞാൻ പറഞ്ഞ ലക്ഷറി സെഗ്മെൻറ്റിലാണ്. എൻ്റെ അടുത്ത് BYD കൊണ്ടുവന്നിട്ട്, ശരിയാണ്, അല്ലാതെ ലക്ഷറി സെഗ്മെൻറ്റിൽ ആയിരിക്കും വരുന്നത്. അപ്പം ഈ 3 എൻജിൻ ഓപ്ഷൻസ് ഉണ്ട്. ഒബ്വിയസ്ലി 4 വീൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ട്. ഇതിലെ കേസിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അന്ന് ഗോവയിൽ പോയ സമയത്ത് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ചെറിയൊരു ഹില്ലെല്ലാം കയറിപ്പോയി. ആ സമയത്ത് ഓഫ് റോഡ് ഫീച്ചർ ഇട്ടു. ത്രോട്ടിലെല്ലാം വളരെ കൺട്രോൾഡ് ആയിരുന്നു. നമുക്ക് ആർട്ടിക്കുലേഷൻസും അതുപോലെ തന്നെ ഗ്രേവിലെല്ലാം ഉണ്ട്. പക്ഷേ വണ്ടി ഒരു എഫേർട്ട്ലെസ്ലി പോയിട്ടുണ്ട്. അപ്പോൾ ഓഡിയുടെ Q ഡ്രൈവ്സ് നടക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് ഓഫ് റോഡ് സെഷൻസ് എല്ലാം ഈസിലി ഹാൻഡിൽ ചെയ്ത്. അപ്പോൾ പ്രൂവൺ ആയിട്ടുള്ള ഒരു ക്വാർട്ടർ സിസ്റ്റമാണ്. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. ഇത്രയും ഞാൻ പറയാൻ കാരണം എനിക്ക് തോന്നി ഓഡിയിൽ
ഇന്നിപ്പോൾ ആളുകൾ ഒരു മറന്നു പോകുന്ന ഒരു ഫാക്ടറുണ്ട്, ഓഡി എന്തായിരുന്നു എന്നുള്ളത്. ആക്ച്വലി ഓഡിൻ്റെ കാസുകൾ പലതും ഇപ്പോഴും അത്യാവശ്യം നല്ല, പക്ഷേ ഇന്ത്യയിൽ അൺഫോർച്യുനേറ്റ്ലി ലേറ്റസ്റ്റ് മോഡൽ എത്താത്ത പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഓഡി മാർക്കറ്റിലധികം കാണുക. പക്ഷേ ഈ ഒരു വർഷം പകുതി കഴിഞ്ഞാൽ ഒരുപാട് മോഡൽസ് ഓഡിയിൽ വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതിലൊന്ന് ക്യൂസോനും വരുന്നുണ്ടാവും. അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും അത് വാങ്ങാൻ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും റിവ്യൂ കൊടുക്കും. അത് വരെ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് പുതിയ ക്യൂസൻ കയ്യിൽ കിട്ടുന്നവരെ. നമുക്ക് കാണാം. ആ സമയത്ത് നമുക്ക് കൂടുതൽ റിവ്യൂ കാണാം. നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടുള്ള ഓഡി ക്യൂസറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ പറയാം. ഇഷ്ടപ്പെട്ടോ, ഇനി അതല്ല നിങ്ങൾക്ക് മറ്റുള്ള മോഡലാണോ ഇഷ്ടം, അതല്ല ഏതാണെന്നുള്ളത് കമൻറ്റിൽ പറയാം. അടുത്തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണാം. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.